അപ്പോൾ ഏതായാലും ഇപ്പോൾ കുറച്ച് ദിവസം ഒരു 3-4 ദിവസത്തിലേറെയായി മഴയില്ല, കുറച്ച് വെയിലൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മഴ. അപ്പോൾ രാവിലെയൊക്കെ മഴ ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ അതാണ് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുന്നത്. അതായത് നമ്മളെ ചുവന്ന ചീര, അത് പരിപ്പിട്ട് കറി വെച്ചത്, പിന്നെ നല്ല കപ്പ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഒക്കെ താളിച്ചിട്ടുണ്ടാക്കുന്നത്, പിന്നെ ഉണക്കമീനും. അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഊണിന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിതാ നമ്മൾ കപ്പ, പിന്നെ ചുവന്ന ചീര അതുണ്ട് ഇവിടെ, പിന്നെ ഇതാ ഉണക്കമീൻ അതുണ്ട്. അപ്പം ഇതാ നമുക്ക് പരിപ്പ് കറി വയ്ക്കാനുള്ള, അതായത് ചീര കറി വയ്ക്കാനുള്ളതിലേക്ക് പരിപ്പ് അത് വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം പരിപ്പിട്ട്, അതായത് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അത് പരിപ്പ് അവിടെ വേവട്ടെ. നമുക്കിതാ തേങ്ങ അരയ്ക്കാനുള്ളത് അത് ചിരകി ഇനി അത് അരച്ച് വയ്ക്കാം. അതൊക്കെ ആദ്യം ചെയ്ത് വയ്ക്കാം. ചെറിയ ജീരകം ചേർത്തിട്ട് അരച്ച് വയ്ക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഒന്ന് ചീര അതേതായാലും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം പിന്നെ നമുക്ക് അരിഞ്ഞ് അത് ഉണ്ടാക്കാൻ. അത് തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ചീര ഇത് അധികമില്ല, 1/2 കിലോ ഇല്ല, 1/2 കിലോൻ്റെ താഴെ ഉള്ളൂ, ഒരു 400 ഗ്രാമോളം ഉള്ളത്. പിന്നെ ഞങ്ങൾക്കത് പാകമാണ്. നല്ല ചുവന്ന ചീരയാണ്. അപ്പോൾ അതൊക്കെ നിന്ന് എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കാനുള്ളതാണ്. അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്കത് അരിയാം. ഇങ്ങനെ ചെറുതാക്കി അരിയാം. ചീരത ഒക്കെ ഇവിടെ അരിഞ്ഞു വെച്ചു. പരിപ്പ് ഒരു 4 വിസിൽ കഴിഞ്ഞ് നല്ല പോലെ തന്നെ ഉണ്ട് വെന്ത് പരിപ്പ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചീര നുറുക്കി വെച്ചത് അത് ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് രണ്ടും ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ചീര ഇല അത് വേവിച്ചെടുക്കണം. ഉപ്പ് നമുക്ക് ചേർക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് അരച്ച് വെച്ചത്, തേങ്ങയും ചെറിയ ജീരകം കൂടി അരച്ച് വെച്ചത് അത് ചേർക്കാം. അപ്പോൾ അരച്ചതും ഒക്കെ ചേർത്ത് അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഇലയൊക്കെ പാകത്തിനായി. ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി നമുക്ക് വഴറ്റിയിടണം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചീര പരിപ്പിട്ട കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് കപ്പ, ഇനി അതാണ് കപ്പ ഒരു പാകം വലിപ്പത്തിന് ഇതും 1/2 കിലോ തന്നെ ഉള്ളൂ. 1/2 കിലോ കപ്പ തന്നെ ഉള്ളൂ അത്. അപ്പോൾ ഇനി അതും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് തോല് കളഞ്ഞ് ഒക്കെ ഒന്ന് നുറുക്കിയൊക്കെയുള്ളതാണ്. അങ്ങനെ ചെറുതാക്കി നമ്മൾ കൊത്തി നുറുക്കി അത് വേവിച്ചിട്ട് പിന്നെ വെള്ളം ഊറ്റിയിട്ടൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട്
ഒക്കെ കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെറുതാക്കി ഇങ്ങനെ കൊത്തിയിടാം. അത് ഈ ഒരു പാത്രത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. ലേശം ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. അത് നല്ല പോലെ വേവിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആ കപ്പ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിൻ്റെ എടുക്കാം. നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കടുക്, അതുപോലെ കറിവേപ്പില, വറ്റൽമുളക് ഇതൊന്ന് താളിച്ചിട്ട് അതിൽ ചേർത്ത് ഇളക്കുകയാണ് വേണ്ടത്. കപ്പ അപ്പോൾ കപ്പ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഉണക്കമീൻ വറക്കല്. ഇനി പറയുന്നത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉണക്കമീൻ വെള്ളത്തിലൊക്കെ നല്ലപോലെ ഇട്ട് വെച്ച് പിന്നെ ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ഇനി പുരട്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വറക്കുള്ളൂ. ഇനി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ വറക്കുകയാണ്, വെളിച്ചെണ്ണയിൽ വറക്കുകയാണ്. ഇത് ചെറിയ അടവാണ് മീൻ. അപ്പോൾ ഉണക്കമീനും കൂടി രസമാണ്. കപ്പയും ഉണക്കമീനും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല രസമുള്ള വിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉണക്കമീൻ അതിവിടെ വറുത്ത് കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം നല്ല മഴ കാറ് കണ്ടോ, നല്ല മഴക്കാറ്. രാവിലെ മഴ പെയ്തിരുന്നു. അത്യാവശ്യം ചെറിയ ഒരു കാറ്റ് ഒക്കെ ഉണ്ട്. മഴ ഇങ്ങനെ പെയ്യാൻ റെഡി ആയിക്കാണ്. നമ്മളെ പൂച്ച കുട്ടി ഒക്കെ ഇപ്പോൾ പുറത്ത് തന്നെയാണല്ലോ. ഒക്കെ കൂടുതലും സമയം പുറത്താണ്. പകൽ ഫുള്ള് പുറത്താണ്. പിന്നെ രാത്രി മാത്രമേ ഉള്ളൂ അകത്ത് കിടത്തം. ഒക്കെ പുറത്ത് നല്ല ഉഷാറായി. നല്ല ചെറിയ പൂച്ചക്കുട്ടിയൊക്കെ ഉഷാറായി ഇപ്പോൾ. ഉണക്കമീൻ വറുത്തതിൻ്റെ ഒരു വാസന പിടിക്കുന്നുണ്ട് വലിയ പൂച്ച. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വാസന കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മളെ ചീര പരിപ്പിട്ട കറി, പിന്നെ കപ്പ, ഉണക്കമീൻ ചെറുതാണ്. അപ്പോൾ ഒരു 2-3 എന്തായാലും 2-3 കഴിക്കാം, ചെറുതാണല്ലോ. പിന്നെ ചെമ്മീൻ അച്ചാർ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നല്ല രസമുള്ള വിഭവങ്ങൾ. അതായത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെജിറ്റേറിയൻ വിഭവങ്ങളും നോൺ വെജും എല്ലാം ചേർന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ പപ്പടം ഉണ്ട്, അമ്മയ്ക്ക് പിന്നെ ഉണക്കമീനൊക്കെ ഉള്ളതുകൊണ്ട് പപ്പടം വേണ്ട വെച്ചാണ്. ഏതായാലും ഞാനും കഴിക്കട്ടെ. ചെമ്മീൻ്റെ അച്ചാർ രസമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.